അയ്യേ ജർമ്മനിയാ? അയ്യേ ഇംഗ്ലണ്ടാ? എന്താടാ ഇംഗ്ലണ്ട് ഒരു കുഴപ്പം? എടി ഇംഗ്ലണ്ടിന് കുഴപ്പമേ ഉള്ളൂ. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ സമയത്ത് ഒരു വേൾഡ് കപ്പ് അടിച്ചെന്ന് വെച്ചോണ്ട് ഇപ്പോഴും ഫാൻസാ. നമ്മൾ ജർമ്മനിക്ക് 4 വേൾഡ് കപ്പ് ഉണ്ട്, 4. അതുകൊണ്ട് കൂടുതൽ ചിലക്കാതെ ബോഡി. അത് നീ വിട്. ഡേവിഡ് ബെക്കാം, ജെറാർഡ്, ലംബാർഡ്, വെയിൻ റൂണി, എത്ര ലെജൻഡ്സ് ഇംഗ്ലണ്ടിനുള്ള പേരിനൊരെണ്ണം എങ്കിലും നിനക്കൊക്കെ ഉണ്ടോ? ക്ലോസെ, ഒലിവർ കാൻ, ലാം, തോമസ് മുള്ളർ, എത്ര എണ്ണം വേണോടി നിനക്ക്? തോമസ് മുള്ളർ ലെജൻഡാ, അടിപൊളി. എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ ഇതിനെക്കാട്ടിലും സ്പീഡിൽ ഓടും. എങ്ങനെയെങ്കിലും കുറച്ച് ഗോള് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവനൊക്കെ പിടിച്ച ലെജൻഡ് ആക്കല്ലേ? എടി മരപ്പാഴ, ഏറ്റവും സ്പീഡിൽ ഓടുന്നവനല്ല, ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നവനെയാണ് വിന്നർ ആക്കുന്നത്. മനസ്സിലായ? അങ്ങേരെ വേൾഡ് കപ്പ് വിന്നറാണ്. അതുകൊണ്ട് നിന്റെ ചീട്ട് അങ്ങ് മടക്കി വെച്ചോടി. അവളൊരു ഇംഗ്ലണ്ട്, അവന്റെ ഒരു ജർമ്മനി. ഹലോ, നിങ്ങളൊക്കെ ഫാൻ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നു. ഞാൻ പോണു ഇംഗ്ലണ്ടിലോട്ട്. എന്തിന്? പഠിക്കാൻ. ആ എങ്കിൽ ഞാനും ഉണ്ട്. ഇവിടെ ചെല്ലവന്മാർക്ക് ഇംഗ്ലണ്ടിന്റെ മഹത്വം അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കണം. എന്തോന്ന് മഹത്വം? ബ്ലഡി കോളനൈസേഴ്സ്. എടാ ഞാൻ ജർമ്മനി പോയിട്ട് എന്റെ പവർ കാണിച്ചു തരടാ. നീയൊക്കെ അത് ഇംഗ്ലണ്ടിലോ പോകും? ഹലോ, UK പോണെങ്കിൽ IELTS വേണം, ജർമ്മനി പോണെങ്കിൽ ജർമ്മൻ പഠിക്കണം. എടാ ഇത് രണ്ടും അറിഞ്ഞോടത്ത മരപ്പാഴുകളാണ് നമ്മളെന്നാണ് നിന്റെ വിചാരം? അതൊക്കെ അറിയായിരിക്കും, പക്ഷെ ഇത് രണ്ടും ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സൽ സ്റ്റഡി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയും. യൂണിവേഴ്സൽ സ്റ്റഡിയോ? ബെസ്റ്റ് എന്ന് വെറുതെ പറയുന്നതല്ല. റൈറ്റ് ഗൈഡൻസിൽ ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് സെഷൻ, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, ഡെയിലി പ്രാക്ടീസ് സെഷൻ, അതും നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിൽ അഫോർഡബിൾ പ്രൈസ്. പാസ് ആയില്ലെങ്കിൽ പൈസ തിരിച്ചു തരും. യെസ്, ഐ ആം ഇംപ്രസ്ഡ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ടീം ഇംഗ്ലണ്ടും അല്ല ജർമ്മനിയാണ്. പിന്നെ ആ നിന്റെ ബാക്ക് കൊള്ളാം. നീ രാജ്യം പറ. പോർച്ചുഗലിന്റെ റൊണാൾഡോയുടെ. ശരി, അപ്പൊ പോർച്ചുഗലിന്റെ ഒരു 5 കളിക്കാരെ പേര് പറ, പെട്ടെന്ന് പറ.